വീട്ടിനകത്തുള്ള ഈ റെഡ് ചീര നന്നായി വളർന്നിട്ടുണ്ടെങ്കിൽ ഞാൻ റെഡ് ചീര കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ ഞാൻ ഉണ്ണിക്ക് വാക്ക് കൊടുത്തതായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇന്ന് റെഡ് ചീര കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ. ഇതെൻ്റെ ഫേവററ്റ് ആണ്. കൊച്ചിലെ അമ്മ എപ്പോഴും ഉണ്ടാക്കി തരാറുള്ളൊരു സാധനമായിരുന്നു ഇട്ടത്. പിന്നെ ഞാൻ ബാക്കി കുറച്ച് പുറത്തുണ്ടായിരുന്ന റെയിൻബോ സ്വിസ് ചാറ്റ്സും പിന്നെ ബാക്കി വന്ന കുറച്ച് ചീരയും കൂടെ എടുത്തു. എന്നിട്ട് ഇതിനതുപോലെ കട്ട് ചെയ്ത് ഒരു പാൻ ചൂടാക്കി ഓയിൽ ഒഴിച്ചു. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, കറി ലീവ്സ്, ചില്ലി, ഒണിയൻ ഇട്ട് വഴറ്റി. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചീരയും കുറച്ച് മഞ്ഞൾപ്പൊടി, സോൾട്ട് ഇട്ടൊന്ന് ഒതുക്കി. അത് കഴിഞ്ഞ് വേവിച്ച് വെച്ച പൊട്ടറ്റോസ് ഉടച്ചിട്ട് ഗരം മസാലയും കുറച്ച് മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്തപ്പോൾ നമ്മുടെ ഫില്ലിങ് റെഡി. ഇനി ഇതിനിടയിൽ ഞാൻ ബാക്കിയുള്ള പൊട്ടറ്റോസ് വെച്ചിട്ട് കുറച്ച് ആലു പൊറോട്ട മിക്സും കൂടെ റെഡിയാക്കി അതിനതുപോലെ ബോൾ ഉണ്ടാക്കി. ഈ സമയം വന്ന് എനിക്ക് കുറച്ച് ബ്രെഡ് ക്രംസിനുള്ള ബ്രെഡ് ടോസ്റ്റ് ചെയ്ത് പിന്നെ എഗ്ഗ് മിക്സ് ചെയ്ത് തന്നു. അത് കഴിഞ്ഞ് ഞാനും ഈവയും കൂടെ കട്ട്ലറ്റിനെ ഒന്ന് ഫ്രൈ ചെയ്യാനായിട്ടുള്ള റെഡിയാക്കി. അങ്ങനെ അവിടെ ആലു പൊറോട്ട ചുടുമ്പോൾ ഇവിടെ ഞങ്ങൾ കട്ട്ലറ്റും ഫ്രൈ ആക്കി. ഇതാണ് റെഡ് ചീര കട്ട്ലറ്റും ആലു പൊറോട്ടയും. അങ്ങനെ